ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ 9 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. എന്നാൽ വിജയം ഇവർക്കെല്ലാം അകലെയായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ MLAയുമായ KK ശൈലജ ടീച്ചറുടെ തോൽവിയായിരുന്നു ഇതിൽ ഏറ്റവും ചർച്ചയായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വടകരയിൽ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം രംഗത്തിറക്കിയ ആനി രാജയാണ് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞ സ്ഥാനാർത്ഥി. 3,64,422 വോട്ടുകളുമായി രാഹുൽ വയനാട്ടിൽ വിജയം നേടിയപ്പോൾ 2,83,023 വോട്ടുകളുമായി ആനി രാജ തൊട്ടു പിന്നിലുണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ 3-ാം സ്ഥാനത്താക്കിയാണ് ആനി രാജ 2-ാം സ്ഥാനത്തെത്തിയത്. കോൺഗ്രസിന്റെ ആലത്തൂരിലെ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് ആണ് വിജയത്തിൽ നിന്നും അകന്നുമാറിയ മറ്റൊരു സ്ഥാനാർത്ഥി. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയും ഒരു വനിതയായിരുന്നു, TN സരസു. ഇടതുപക്ഷത്തിന് കേരളത്തിൽ ആകെ വിജയിക്കാൻ പറ്റിയ ആലത്തൂർ മണ്ഡലത്തിൽ നിലവിലെ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനാണ് വിജയിച്ചത്. രമ്യയും സരസുവും യഥാക്രമം 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും എത്തി. BJPയുടെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലമായ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രനും പരാജയപ്പെടാനായിരുന്നു വിധി. NDA കേരളത്തിൽ നിന്നും വിജയമുറപ്പിച്ചിരുന്ന സീറ്റുകളിൽ ഒന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റേത്. എന്നാൽ കോൺഗ്രസിന്റെ KC വേണുഗോപാൽ വിജയിച്ച ആലപ്പുഴയിൽ 3-ാം സ്ഥാനത്തെത്താനേ ശോഭയ്ക്കായുള്ളൂ. എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ, BJPയുടെ സ്ഥാനാർത്ഥികളായ നിവേദിത സുബ്രഹ്മണ്യൻ, ML അശ്വിനി, BDJS സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവരാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയറിഞ്ഞ മറ്റ് വനിതാ സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.